ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കടലാക്രമണം ഉണ്ടാകുന്നത്. കടലാക്രമണം തൃശൂർ മുതൽ തിരുവനന്തപുരം വരെ തീരപ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള വേലിയേറ്റവും കടലാക്രമണവും ഉണ്ടായത് കേരളത്തെ വളരെയധികം ആശങ്കയിലാഴ്ത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും വേലിയേറ്റത്തെ തുടർന്ന് തെക്കൻ കേരളത്തിലെ ചില പ്രദേശങ്ങളിലുണ്ടായ കടൽക്ഷോഭത്തിന്റെ തോത് നിലവിൽ കുറഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. സ്ഥിതിഗതികൾ സർക്കാർ നിരീക്ഷിച്ചു വരികയാണ്. കടൽക്ഷോഭം ഉണ്ടായ പ്രദേശത്തു നിന്നും മത്സ്യത്തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ കൺട്രോൾ റൂമും പ്രവർത്തന സജ്ജമായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതുതായി പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ള വിവരം എന്നത് മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞിരിക്കുകയാണ്. 5 തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, ഗുഡ് മോർണിംഗ് ഷീജ. ഗുഡ് മോർണിംഗ് അഞ്ജന. ഷീജ, അതായത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കടലാക്രമണം ഉണ്ടാകുന്നത്. വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്നും കടലാക്രമണ സാധ്യതയുണ്ട്, വേലിയേറ്റ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ 5 പേരെ രക്ഷപ്പെടുത്തി എന്ന ആശ്വാസ വാർത്ത കൂടി വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും അഞ്ജന, ഏതായാലും കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി അഞ്ജന സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിൽ വേലിയേറ്റത്തെ തുടർന്ന് സംസ്ഥാനത്ത് കടൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയത്. ഇന്ന് രാവിലത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അത്രത്തോളം കടൽ പ്രക്ഷുബ്ധമല്ല. പക്ഷേ കടൽ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യതകൾ അത് ആ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കടക്കമുള്ള തീരമേഖലയ്ക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വേലിയേറ്റത്തെ തുടർന്ന് വലിയ തോതിൽ കടൽ കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. കാരണം കടൽ വലിയ തോതിൽ കയറിയ ഒരു സാഹചര്യമാണുള്ളത്. അതിനൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ കടൽക്ഷോഭം അത് ഏത് രീതിയിലാണ് തീരത്തേക്കടക്കം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരു ഇടത്തെ മാത്രം ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇതിന് സമാനമാണ് തിരുവനന്തപുരത്ത് പൊഴിയൂരും മുതലപ്പുഴയും അടക്കമുള്ള സാഹചര്യങ്ങൾ. അവിടെയെല്ലാം കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള കടലാക്രമണം തന്നെയാണ് ഉണ്ടായത്. നിരവധി വീടുകളാണ് സാരമായി നാശനഷ്ടം സംഭവിച്ചത്. ഏതായാലും ജനങ്ങളെ ഈ കടൽക്ഷോഭം ഉണ്ടായിട്ടുള്ള മേഖലകളിൽ നിന്നൊക്കെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി അടിയന്തരമായി തന്നെ കഴിഞ്ഞ ദിവസം തന്നെ സർക്കാർ കൈക്കൊണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി കുടുംബങ്ങളെയാണ് ഇതിനകം തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ കൺട്രോൾ റൂമും സജ്ജമാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം വള്ളം കാണാതാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനവും എല്ലാ ഇടങ്ങളിലും പ്രത്യേകമായി തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇപ്പോൾ മുതലപ്പുഴയിൽ വീണ്ടും ഒരു വള്ളം മറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആശ്വാസകരം എന്നുള്ളത് ഈ വള്ളത്തിലുണ്ടായിരുന്ന 5 പേരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. ഏതായാലും സ്ഥിതിഗതികൾ കൃത്യമായ രീതിയിൽ തന്നെ വിലയിരുത്തി വരികയാണ് എന്നുള്ളത് തന്നെയാണ് ഫിഷറീസ് വകുപ്പും വ്യക്തമാക്കുന്നത്. അതിനൊപ്പം തന്നെ വേണ്ട നിർദ്ദേശങ്ങൾ തീരമേഖലയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നിലവിൽ നൽകുന്നുണ്ട്. ഏതായാലും കടൽ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രക്ഷുബ്ധ സാഹചര്യത്തിൽ നിന്നും വലിയ തോതിലുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കടൽ എന്നാലും ശാന്തമാണ് എന്നുള്ളത് പറയുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടൽ പ്രക്ഷുബ്ധമാകുന്ന കഴിഞ്ഞ ദിവസത്തെ ഒരു സാഹചര്യം ഇനിയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും എല്ലാവിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും വേണ്ട മുൻകരുതൽ പ്രവർത്തനങ്ങളും കൈക്കൊള്ളുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടങ്ങൾക്കും നൽകിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ മാത്രം സാഹചര്യമല്ല, തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും തൃശ്ശൂരുമൊക്കെ ഇതിന് സമാനമായ രീതിയിലായിരുന്നു കടൽക്ഷോഭം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായി എവിടെയൊക്കെയാണോ ഇത്തരത്തിൽ കടൽക്ഷോഭം ഉണ്ടായത് അവിടങ്ങളിലൊക്കെ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുവാനുള്ള നിർദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നൽകിയിരുന്നു. ഒപ്പം തന്നെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ച് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിരവധി കുടുംബങ്ങളെയാണ് ഇതിനകം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അഞ്ജന. ഷീജ, അതായത് പെട്ടെന്നുണ്ടായ കടലാക്രമണമാണ്. ഇത്തരത്തിൽ ആ ഒരു സമയത്ത് തന്നെ കൃത്യമായ രീതിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തി തീരമേഖലയിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എവിടെയൊക്കെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്? എന്താണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നിരവധി പേർ എത്തിയിട്ടുണ്ടോ? അതായത് നേരത്തെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വിവിധ മേഖലകളിൽ ഏകദേശം 100 മീറ്ററോളം കടൽ കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി
നിരവധി വീടുകളാണ് വെള്ളത്തിനടിയിലായ ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അപ്പോഴും കൃത്യമായ രീതിയിലുള്ള ആശ്വാസ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ നിരവധി ആളുകളുണ്ട്. എന്താണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സാഹചര്യം, എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? തീർച്ചയായും അഞ്ജന, ഏതായാലും തിരുവനന്തപുരത്ത് പ്രധാനമായും കടൽക്ഷോഭമുണ്ടായ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും പൂവാർ, അതോടൊപ്പം തന്നെ മുതലപ്പുഴി, ഈ കോവളം ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടിയന്തരമായി തന്നെ ആരംഭിച്ചിരുന്നു. തുടർന്ന് ജനങ്ങളെ അവിടേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിലും അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവിടെ അവർക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം അടിയന്തരമായി തന്നെ സർക്കാർ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത് കൃത്യമായ രീതിയിൽ തന്നെ ജില്ലാ ഭരണകൂടം ഉറപ്പാക്കുന്നുമുണ്ട്. അതിനൊപ്പം തന്നെയാണ് വീടുകൾക്ക് സാരമായ നാശനഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വേലിയേറ്റമായിരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഏതായാലും വലിയ തോതിൽ വീട് നാശനഷ്ടം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ തീരത്ത് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഇതിനകം തന്നെ ജില്ലാ ഭരണകൂടം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും കടൽക്ഷോഭത്തിൽ വലിയ തോതിൽ നാശനഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും അവിടെ ഇപ്പോഴും കടൽക്ഷോഭ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരത്തിൽ ജനങ്ങളെ കൂടുതലായി മാറ്റിപ്പാർപ്പിക്കുന്ന നടപടി കൂടി ജില്ലാ ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പുതുക്കിയ അലർട്ടുകൾ കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചും അതോടൊപ്പം തന്നെ സ്വകാര്യ ഏജൻസികളുടെ അലർട്ടുകൾ നിരീക്ഷിച്ചു അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതും. അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതും. അഞ്ജന. ശരി ഷീജ, എന്തായാലും ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ്, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 2 ദിവസം കൂടി സംസ്ഥാനത്ത് കടലാക്രമണ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. എന്തായാലും തീരമേഖലയിലുള്ളവരെല്ലാം തന്നെ ജാഗ്രത പുലർത്തുക. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. തിരുവനന്തപുരത്ത് നിലവിൽ സ്ഥിതിഗതികളെല്ലാം തന്നെ ശാന്തമായി തന്നെ തുടരുന്ന സാഹചര്യമാണ്. ഇന്നലെ തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള മേഖലയിലാണ് ഇത്തരത്തിൽ കടലാക്രമണം ഉണ്ടായത്. നിലവിലെ സ്ഥിതിഗതികൾ ശാന്തമാണ്. സംസ്ഥാന സർക്കാർ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നു. ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ, ഏകോപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകേണ്ടതാണ്.